എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. PSC പരീക്ഷകളിലെ SCRT പാഠഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് ചോദിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. SCRTയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ആര്? ദളിത് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെ. ജാതി മത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തെയാണ് ദളിത് എന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ദളിത് എന്ന പദം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്താണ്? ജാതി മത ചൂഷണത്തിന് വിധേയരായ ഒരു സമൂഹം എന്നതാണ് ദളിത് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പദം ആദ്യമായി ഉപയോഗിച്ച ജ്യോതിറാവു ഫൂലെ ദളിതർക്ക് വേണ്ടി വിദ്യാലയങ്ങൾ സ്ഥാപിച്ചു, അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയും പ്രവർത്തിച്ചു. ജാതിമത ചൂഷണത്തിന് വിധേയരായ സമൂഹത്തെയാണ് ദളിത് എന്ന് വിശേഷിപ്പിച്ചത്. ആദ്യമായിട്ട് ഉപയോഗിച്ച ആളാരാണ്? ജ്യോതിറാവു ഫൂലെ. ദളിത് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജ്യോതിറാവു ഫൂലെയാണ്. അദ്ദേഹം ദളിതർക്ക് വേണ്ടി വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെ? പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി വിദ്യാലയം സ്ഥാപിച്ചത് എവിടെയാണ്? പൂനെയിലാണ് പെൺകുട്ടികൾക്കായി ഇന്ത്യയിൽ ആദ്യമായി ഒരു വിദ്യാലയം സ്ഥാപിച്ചത്. ഇവിടുത്തെ പ്രധാന അധ്യാപികയായിരുന്നു സാവിത്രിബായ് ഫുലെ ആയിരുന്നു പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക. സാവിത്രിബായ് ഫുലെ നിശാ പാഠശാല സ്ഥാപിക്കുകയുണ്ടായി. നിശാ പാഠശാല സ്ഥാപിച്ചത് സാവിത്രിബായ് ഫുലെയാണ്. ആർക്ക് വേണ്ടിയാണ്? കൃഷിക്കാർക്കും തൊഴിലാളികൾക്കും വേണ്ടിയാണ് നിശാ പാഠശാല സ്ഥാപിച്ചത്. വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിക്ക് സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പേര് നൽകി. ഇന്ത്യയിൽ ആദ്യമായിട്ട് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു വിദ്യാലയം സ്ഥാപിച്ചത്. പൂനെയിലെ വിദ്യാലയത്തിലെ പ്രധാന അധ്യാപിക ആരായിരുന്നു? സാവിത്രിബായ് ഫുലെ ആയിരുന്നു പ്രധാന അധ്യാപിക. കൃഷിക്കാർക്കും തൊഴിലാളികൾക്കുമായി നിശാ പാഠശാല സ്ഥാപിച്ചത് സാവിത്രിബായി ആണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഇവരുടെ സംഭാവനകൾ പരിഗണിച്ച് പൂനെ യൂണിവേഴ്സിറ്റിക്ക് സാവിത്രിബായ് ഫുലെ പൂനെ യൂണിവേഴ്സിറ്റി എന്ന് പേര് നൽകി. അടുത്തത് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കറാണ് സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. ഇന്ത്യയിലെ ജാതി വിരുദ്ധ സമര നായകരിൽ പ്രധാനിയാണ് പെരിയാർ ഇ വി രാമസ്വാമി നായ്ക്കർ. ബ്രാഹ്മണാധിപത്യത്തിൽ ഊന്നിയ സാമൂഹിക വിവേചനത്തിനെതിരെ പ്രവർത്തിച്ച അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിനായും പ്രവർത്തിച്ചു. ഗോത്രജനതയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീന കാലം മുതൽ ഒത്തൊരുമിച്ചു താമസിക്കുന്ന വിഭാഗമാണ് ഗോത്രജനത. പ്രത്യേകമായിട്ടുള്ള മേഖലകളിൽ ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീനകാലം മുതലേ പണ്ടുകാലം മുതലേ ഒത്തൊരുമിച്ചു താമസിക്കുന്ന വിഭാഗമാണ് ഗോത്രജനത. ശരിയാണ്. ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുകയും അവ പ്രയോഗിച്ച് ജീവിക്കുകയും ചെയ്യുന്നു. ശരിയാണ്. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപവൽക്കരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയൻ എൽവിൻ. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപവൽക്കരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയൻ എൽവിൻ. ശരിയാണ്. മൂന്നും ഗോത്ര ജനതയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഗോത്ര ജനത പ്രത്യേക ഭൂമിശാസ്ത്ര മേഖലകളിൽ പ്രാചീനകാലം മുതൽ ഒത്തൊരുമിച്ച് താമസിക്കുന്നു. ഗോത്രജനത സ്വന്തമായി അറിവുകൾ നിർമ്മിക്കുന്നു, അവ പ്രയോഗിച്ച് ജീവിക്കുന്നു. ഗോത്രവർഗ മനുഷ്യരോടുള്ള ഇന്ത്യയുടെ നയം രൂപവൽക്കരിക്കുന്നതിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയ വ്യക്തിയാണ് വെറിയൻ എൽവിൻ. കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും ഇറോവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശ ശാസ്ത്രജ്ഞൻ ആര്? കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും ഇറോവാസ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശ ശാസ്ത്രജ്ഞൻ ഡോക്ടർ എ അയ്യപ്പൻ. ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിലാണ് എ അയ്യപ്പൻ ഗവേഷണ പഠനം പൂർത്തിയാക്കിയത്. അദ്ദേഹം ഗവേഷണ പഠനം പൂർത്തിയാക്കിയത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്നാണ്. മലിനോവ്സ്കിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിലാണ് ഗവേഷണ പഠനം പൂർത്തിയാക്കിയത്. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5 ജനനം. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിലാണ് ജനിച്ചത്. എന്നാണ് ജനിച്ചത്? 1905 ഫെബ്രുവരി 5 ഡോക്ടർ എ അയ്യപ്പൻ ജനിച്ചത്. ഇന്ത്യൻ സംസ്കാരങ്ങളെ കുറിച്ച് പഠിച്ച അദ്ദേഹത്തിന്റെ രചനയാണ് ഭാരതപ്പഴമ. ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് കേരളത്തിലെ ഈഴവ ഗോത്ര സമുദായങ്ങളെ കുറിച്ച് പഠനം നടത്തുകയും
ഇഴവേഴ്സ് ആൻഡ് കൾച്ചറൽ ചേഞ്ച് എന്ന പുസ്തകം രചിക്കുകയും ചെയ്ത മലയാളി നരവംശ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ എ അയ്യപ്പൻ. അദ്ദേഹം ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ നിന്ന് മെൽനോവിസിയുടെയും റെയ്മണ്ട് ഫിർത്തിന്റെയും കീഴിലാണ് ഗവേഷണ പഠനം പൂർത്തിയാക്കിയത്. തൃശൂർ ജില്ലയിലെ പാവറട്ടിയിൽ 1905 ഫെബ്രുവരി 5-നായിരുന്നു ജനനം. ഇന്ത്യൻ സംസ്കാരങ്ങളെക്കുറിച്ച് പഠിച്ച അദ്ദേഹത്തിന്റെ രചനയാണ് ഭാരതപ്പഴമ. 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഏത് ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്? 2020 മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം നേടിയ നഞ്ചിയമ്മ ഏത് ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ്? ഇരുള വിഭാഗത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നഞ്ചിയമ്മ. പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ ഇരുള വിഭാഗത്തിൽ നിന്നുള്ളയാളാണ് നഞ്ചിയമ്മ. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് നഞ്ചിയമ്മ. ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ നിന്നാണ് നഞ്ചിയമ്മ. പാലക്കാട് അട്ടപ്പാടി. ഏത് ഗോത്രവിഭാഗമാണ്? ഇരുള വിഭാഗമാണ്. ഇരുള വിഭാഗത്തിൽ നിന്നുള്ള ആളാണ് നഞ്ചിയമ്മ. ഗോത്രവിഭാഗത്തിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് നഞ്ചിയമ്മ. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ്? ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്ന കൃതി ആരുടെ ജീവചരിത്രമാണ്? നിലമ്പൂർ ആയിഷ. നിലമ്പൂർ ആയിഷ. കേരളത്തിലെ ആദ്യകാല നാടക നടിയും സിനിമാ അഭിനേത്രിയുമാണ് നിലമ്പൂർ ആയിഷ. ആദ്യകാല നാടക നടിയും സിനിമാ അഭിനേത്രിയുമാണ് നിലമ്പൂർ ആയിഷ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂറാണ് സ്വദേശം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂറാണ് സ്വദേശം. 1950കളിൽ സ്ത്രീകൾക്ക് അഭിനയം വിലക്കപ്പെട്ടിരുന്ന കാലത്താണ് EK ഐമുവിന്റെ ഇജ്ജ് നല്ല മനുഷ്യനാവാൻ നോക്ക് എന്ന നാടകത്തിലൂടെ ആയിഷ അരങ്ങിലെത്തുന്നത്. 1950കളിലാണ് ആയിഷ അരങ്ങിലെത്തുന്നത്. ആ സമയങ്ങളിൽ സ്ത്രീകൾക്ക് അഭിനയം വിലക്കപ്പെട്ടിരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ EK ഐമുവിന്റെ ഇജ്ജ് നല്ല മനുഷ്യനാവാൻ നോക്ക് എന്ന നാടകത്തിലൂടെയാണ് ആയിഷ അരങ്ങിലെത്തുന്നത്. പിന്നീട് എതിർപ്പുകൾ വകവയ്ക്കാതെ നിരവധി വേദികളിലെത്തിയ അവരുടെ ആത്മകഥയാണ് ജീവിതത്തിന്റെ അരങ്ങ്. ആത്മകഥയാണ് ജീവിതത്തിന്റെ അരങ്ങ്. ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ എന്നത് ജീവചരിത്രമാണ്. നിലമ്പൂർ ആയിഷയെക്കുറിച്ച് എഴുതപ്പെട്ട ജീവചരിത്രമാണ് ജീവിതത്തിനും അരങ്ങിനും ഇടയിൽ. പക്ഷെ നിലമ്പൂർ ആയിഷയുടെ ആത്മകഥയാണ് ജീവിതത്തിന്റെ അരങ്ങ്. ജീവിതത്തിന്റെ അരങ്ങ്. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി. 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ചു. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. പണ്ഡിത രമാബായി 19ാം നൂറ്റാണ്ടിലാണ് പ്രവർത്തിച്ചത്. സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനും വേണ്ടി അവർ പ്രവർത്തിച്ചു. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ഇന്ത്യയിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന അവസ്ഥകളെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. ആര്യ മഹിളാ സഭ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി 19ാം നൂറ്റാണ്ടിൽ സ്ത്രീകളുടെ അവകാശത്തിനും ശാക്തീകരണത്തിനുമായി പ്രവർത്തിച്ചു. വിധവകളുടെ വിദ്യാഭ്യാസവും ക്ഷേമവും പ്രധാന പ്രവർത്തന മേഖലയായിരുന്നു. ഇന്ത്യയിലെ സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ട പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്ന കാലത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ബിരുദം പൂർത്തിയാക്കിയത്. ഇന്ത്യൻ സർവകലാശാലകൾ സ്ത്രീകൾക്ക് MBBS പ്രവേശനം നൽകാതിരുന്ന കാലത്ത് ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ബിരുദം പൂർത്തിയാക്കിയത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു ഡോക്ടർ പുന്നൻ ലൂക്കോസ്. കേരളത്തിൽ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടിയ ആദ്യ വനിത ഡോക്ടർ പുന്നൻ ലൂക്കോസ്. ലണ്ടൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഡോക്ടർ പുന്നൻ ലൂക്കോസ് ബിരുദം നേടിയത്. തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെ ആദ്യ വനിതാ പ്രതിനിധിയായിരുന്നു. ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറായ മലയാളി വനിത ആര്? ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറായ മലയാളി വനിത EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ. EK ജാനകി അമ്മാൾ ജനിച്ചത് എവിടെയാണ്? തലശ്ശേരിയിലാണ് ജനിച്ചത്. തലശ്ശേരിയിലാണ് ജനനം. പ്രശസ്തയായിട്ടുള്ള സസ്യശാസ്ത്രജ്ഞയാണ് EK ജാനകി അമ്മാൾ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കരയിനം കരിമ്പ് വികസിപ്പിച്ചു. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.
ബൊട്ടാണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ആദ്യ ഡയറക്ടറായ മലയാളി വനിതയാണ് EK ജാനകി അമ്മാൾ. തലശ്ശേരിയിൽ ജനനം. പ്രശസ്ത സസ്യശാസ്ത്രജ്ഞ. കോയമ്പത്തൂരിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രത്തിൽ അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനം കരിമ്പ് വികസിപ്പിച്ചു. 1977 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.